ഇന്നത്തെ കാലത്ത് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നതും അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നതും ഏറ്റവും ക്ലോസ്ലി ഇൻസ്പെക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വാച്ച്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു സവിശേഷതകളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണുള്ള ഏതൊരാൾക്കും ജേർണലിസ്റ്റ് ആവാൻ പറ്റും എന്നുള്ളൊരു കാലം കൂടെയാണ് ഈ കാലം. അതുകൊണ്ട് തന്നെ ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടാനും ഈ ഫേക്ക് ന്യൂസുകളുടെ ഇടയിൽ സത്യസന്ധമായിട്ടുള്ള ന്യൂസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ TRPയുടെയും സെൻസേഷനലിസത്തിൻ്റെയും പുറകിലാണ് മിക്ക മാധ്യമങ്ങളും പോകുന്നത്. ഒരു പ്രേക്ഷകൻ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ലെവലിലേക്ക് വരെ മാധ്യമങ്ങൾ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വേണം കൂടെ പറയാൻ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നല്ല രീതിയിൽ തുടങ്ങുന്ന പല മാധ്യമ സ്ഥാപനങ്ങളും അതിൻ്റെ മേധാവികൾക്കും ഒക്കെ ഈ ഒരു അജണ്ടയ്ക്ക് പുറകിൽ മുട്ടുമടക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെയാണെന്നത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മെയിൻ സ്ട്രീം ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയകൾ തോറ്റൊരു സ്ഥലമാണ് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ അല്ലെങ്കിൽ ഗാസയിലുള്ള ഇസ്രായേൽ അധിനിവേശം. അതും പ്രത്യേകിച്ച് ഒക്ടോബർ 7, 2023 ശേഷം നടക്കുന്ന സംഭവങ്ങൾ. മെയിൻ സ്ട്രീം മീഡിയ കണ്ണടയ്ക്കുകയോ ഇസ്രായേലിൻ്റെ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ട്വിറ്റർ പോലെയുള്ള ന്യൂ ഏജ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ത്രെഡ്സ്, ഇതിലൊക്കെയാണ് അവിടെ ശരിക്കും നടക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ ആളുകൾ തന്നെ ഫോട്ടോസും വീഡിയോസും ആയിട്ട് എടുത്ത് അതിൻ്റെ ഭീകരത ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു മറ്റൊരു രീതിയിലുള്ള ഒരു ജേർണലിസം കൂടെ നമുക്ക് കാണിച്ചു തന്നു. അതായത് നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഈ മീഡിയകളുടെ ഒരു ഫെയിലിയറിനെ റിയലായിട്ട് എടുത്ത് കാണിച്ച ഒരു ഇൻസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെടുന്ന ഒരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് പലസ്തീനിൽ. അപ്പോൾ ഗാസയിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയൊരു സംഭവമാണ് ഓഗസ്റ്റ് 10 അൽ ജസീറയുടെ ഒരു മീഡിയ ക്രൂ മരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അനസ് അൽ ഷരീഫ് എന്നുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം ഗാസയിൽ നിന്ന് തന്നെയുള്ള ഒരാൾക്കാരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗാസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോറിൻ മീഡിയയ്ക്കൊക്കെ ഇസ്രായേലിൻ്റെ വക വിലക്കുള്ളതാണ്, അവർ ഭയങ്കരമായിട്ട് കൺട്രോൾഡാണ്. അപ്പോൾ ഈ മറ്റ് പല അൽ ജസീറനെ പോലുള്ള മീഡിയാസൊക്കെ റിലേ ചെയ്യുന്നത് ഗാസയിൽ നിന്നുള്ള ആൾക്കാരെ തന്നെയാണ് ഇക്കാര്യത്തിന് റിലേ ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ ഇസ്രായേൽ കൊന്നത് ഹമാസിൻ്റെ ടെററിസ്റ്റാണ്, ജേർണലിസ്റ്റാണെന്ന് വേഷം കെട്ടിയിട്ടുള്ള ഒരു ടെററിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ കൊല്ലുന്നത്. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാനോ പറയാനോ ഒന്നും ആരും വരുന്നില്ല. അൽ ജസീറ ഇസ്രായേലിൻ്റെ ഈ ക്ലെയിമിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിഷയം, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നടക്കുന്ന ജേർണലിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു അറ്റാക്കിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഒപ്പം KP സേതുനാഥും അഞ്ജന ജോർജും ആണുള്ളത്. സാർ, അപ്പോൾ എന്താണ് സാർ ഇതിനോട് സാറിൻ്റെ പ്രതികരണം? സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മീഡിയ പ്രവർത്തകരെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഗാസ ഇൻവേഷന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ 7 ശേഷം നടന്നിക്കുന്ന ഒരു പ്രധാന ഇതാണ്. ഇപ്പം 2-3 തരത്തിലുള്ള കണക്കുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഇത് പറയുന്ന ഷെറീൻ.ps എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കണക്കനുസരിച്ചിട്ട് ഗാസയിൽ ഒക്ടോബർ 7 ശേഷമുള്ള ഇതിൽ 270 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നേരത്തെ ഇപ്പം ഒരു വാർ സോണിൽ ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഗാസയിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവരെ കൊല്ലപ്പെടുന്നു എന്നുള്ളത്. അത് ഇപ്പം അതിലൊരു മാറ്റമെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം വെസ്റ്റേൺ മീഡിയ ഇത് അക്നോളജ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഇത് അക്നോളജ് ചെയ്യുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യാതായിരുന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് ഇത് ഇങ്ങനെ ഒരു സാധനം നടക്കുന്നു എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇവിടെ നിന്നാണ് ഗസയെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ ഒരു 90% വിവരങ്ങളും മെയിൻ സ്ട്രീം വെസ്റ്റേൺ ന്യൂസ് ഏജൻസികളും അല്ലെങ്കിൽ വെസ്റ്റേൺ ന്യൂസ് ഓർഗനൈസേഷൻസും തരുന്നതാണ്. പിന്നെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഹരി പറഞ്ഞതുപോലുള്ള ഈ ന്യൂ ഏജ് മീഡിയയിൽ പോയിട്ട് അതിനകത്തുനിന്ന് ഈ വിവരങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ 270 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ മുതലുള്ള യുദ്ധങ്ങളുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അത് വെറുതെ അല്ല സംഭവിക്കുന്നത്, അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി അഞ്ജന പറയും. എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ ലോകത്തിലേക്ക് അങ്ങോളം അറിയിക്കുന്ന മാധ്യമത്തിലൂടെയാണ് ജേർണലിസം. അങ്ങനെ ഒരു സർവീസും കൂടിയാണ് ആ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിയറ്റ്നാമീസ് വാറിലും ഒക്കെ നമ്മൾ നിക്ക് ഉട്ട് എടുത്തു എന്ന് പറയപ്പെടുന്ന പടം, അല്ലെങ്കിൽ കെവിൻ കാർട്ടർ എടുത്തു എന്ന് പറയുന്ന പടങ്ങളൊക്കെ വാറിൻ്റെ ഗതിയെ തന്നെ മറിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ
ഈ ജേർണലിസ്റ്റുകളെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മളെ സൈലൻസ് ചെയ്യുന്നത് സാർ പറഞ്ഞതുപോലെ ഒരു വലിയൊരു അജണ്ടയും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ തുടങ്ങിയതല്ല, കാലാകാലങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 1967 തൊട്ടിട്ട് സൈലൻസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അതെ, ഗാസയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പം ഈ ഇതിലിപ്പം ഇത് ഞാൻ പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നതിൻ്റെ ഒരു സാധനമുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇസ്രയേലിൻ്റെ പലതരത്തിലുള്ള പോപ്പുലർ ഒപ്പീനിയനും അല്ലെങ്കിൽ അവർ ഈ പാലസ്റ്റീനിയൻസിനെ ഒരു തരത്തിലും ഒരു മനുഷ്യരായിട്ട് പോലും കണക്കാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പൊതുബോധം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇസ്രയേലി പാർലമെൻറ്റിൻ്റെ മുൻ മെമ്പറായിരുന്ന മോഷെ ഫെയ്ഗ്ലിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റാണ്, എവരിബഡി ഇൻ ഗാസ ഈസ് ആൻ എനിമി, നോട്ട് എ സിംഗിൾ ഗാസൻ ചൈൽഡ് വിൽ ബി ലെഫ്റ്റ് ദെയർ. അതായത് എവരി ചൈൽഡ് ആൻഡ് എവരി ബേബി എന്നാണ് അദ്ദേഹം പറയുന്നത്. എവരി ബേബി ഇൻ ഗാസ ഈസ് ആൻ എനിമി എന്നാണ്. അപ്പോൾ ഇത് ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട കമൻ്റ് അല്ല. ഇതുപോലത്തെ ഒരു 100 കമൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ആളുകൾ. ഇത് പാർലമെൻറ്റ് മെമ്പറായിരുന്ന അദ്ദേഹമാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം ഇതായിട്ടുള്ള ഒരു ഫ്രഞ്ച് ഗ്രൂപ്പൊന്നും അല്ല ആയിട്ടുള്ള ഒരാളല്ല പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊതുബോധമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വെസ്റ്റേൺ മീഡിയയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് തന്നെ വെസ്റ്റേൺ മീഡിയയുടെ കോംപ്ലിസിറ്റിയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഗാസ ഇതിനെ ഇവർ ഇത്രയും കാലം ഇപ്പം ഇവർക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങളെ കുറിച്ചിട്ട് വളരെയധികം ക്രിറ്റിസിസം അതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഈവൻ മറ്റേ നമ്മൾ പ്രോഗ്രസീവ് ലിബറൽ എന്ന് പറയുന്ന ഗാർഡിയൻ പത്രത്തിനടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പോഴാണ് അവർ ഓപ്പൺ അപ്പ് ചെയ്തതെന്ന്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പറഞ്ഞ അനസ് അൽ ഷെരീഫ് പോലെയുള്ള മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ വലിയ ലിബറൽ പ്രോഗ്രസീവ് ഒപ്പീനിയൻസിനെ ഒഴിവാക്കാൻ പറ്റാത്ത വണ്ണം ഇതൊരു വിഷയമായി മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാവരുത് എന്നുള്ള നിലയിലാണ് ഈ ജേർണലിസ്റ്റുകളെ, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 10-നും ഇപ്പം ഓഗസ്റ്റ് 25-നും അവിടെ അന്നും 5 പേര് കൊല്ലപ്പെട്ടു. ആദ്യത്തെ ഓഗസ്റ്റ് 10-ന് 7 പേര്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതാണ് ഒരു 25 ദിവസത്തിനുള്ളിൽ 12 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. കൊല്ലപ്പെടുകയല്ല, സിസ്റ്റമാറ്റിക്കലി അവരെ ടാർഗറ്റ് ചെയ്തു. കാരണം ഇവരെല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോസിൽ കാണാൻ പറയാം, വലിയ ഇതിനകത്ത് മീഡിയ എന്ന് എഴുതിയിട്ടുള്ള ഇതുമായിട്ടാണ് വെസ്റ്റ് ധരിച്ചാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇത് ഇസ്രയേലിനെ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സർവൈലൻസ് സിസ്റ്റം അനുസരിച്ചിട്ട് അവർ ആരാണോ ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു സാധനമാണ്. ഇവരെല്ലാവരും തന്നെ മീഡിയ ഇതാണ്, അവരുടെ വാഹനങ്ങൾ ഇതാണ്, അവിടെ ഇതായിരിക്കുന്നത്. പിന്നെ ഇത് ആരാണ് ഇവരുടെ കൂടെ മരിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു വിവരവുമില്ല. അവരുടെ കൂടെ അവർ അല്ലെങ്കിൽ ഹമാസിനെ കവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഇവർ ആരെയാണ്? അപ്പോൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു നേതാവിനെ കൊല്ലുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇത്രയും മനുഷ്യരെയും ടാർഗറ്റ് ചെയ്യാമെന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് ഗാസയിൽ മാത്രമായിട്ടും അത് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് ലോകത്തിൻ്റെ മുഴുവൻ കോൺഫ്ലിക്റ്റ് മേഖലകളിലും ഈ ഒരു ബോധം ഇതിലേക്ക് വരികയാണ്. കാരണം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ശത്രുവിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ആ ടാർഗറ്റിൻ്റെ കൂടെ വേറെ നിരപരാധികൾ വേണമെന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടാം അല്ലെങ്കിൽ കൊല്ലാം എന്ന് പറയുന്ന ഒരു പുതിയ നീതിബോധം ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഈ ഡ്രോൺ വാറിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ഒരു സംഭവം ഇതായിട്ടായിരുന്നു വരുന്നത്. കാരണം നിങ്ങൾക്ക് ആരും അറിയുന്നില്ല. ഇപ്പം ഡ്രോണിനെ ഇന്ന സ്ഥലത്ത് ഒരാളിരിക്കുന്നു, അയാളെ നിയന്ത്രിക്കുന്നത്, അത് ഒരു ശത്രുവിനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു സൈനിക നടപടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഗ്രാം ചെയ്ത ഏരിയയിൽ എവിടെയും ആക്രമണം നടക്കും. അതിനകത്ത് മാനുഷികത ഇല്ല. ആറിൽ മനുഷ്യത ഇല്ല. പക്ഷെ അത് ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് അതൊരു പുതിയ നീതിബോധമായി മാറുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഡ്രോൺ ആക്രമണത്തിൽ ഇന്ന ഭീകരപ്രവർത്തകൻ മരിച്ചു, അയാളുടെ കുടുംബത്തിലുള്ള ഇത്രയും പേരും മരിച്ചു എന്ന് പറയും. ഇപ്പം ഞാൻ പറയുന്നത് ഈ സാങ്കേതിക വിദ്യ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഉപകരണമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രോൺ വാർഫെയർ തുടങ്ങിയതിന് ശേഷം വരുന്നത്. കാരണം ഒരു ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുന്നത്
വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയായിരിക്കും. എന്നിട്ട് അയാൾ ഈ കമാൻഡ് കൊടുക്കുകയാണ്, എന്നിട്ട് അവർ പോയി ഇത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ശത്രുവിൻ്റെ കൂടെ ബാക്കി എത്ര പേര് മരിച്ചു എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ എനിക്ക് തോന്നുന്നു ലാൻസെറ്റിൻ്റെ ആണോ അതോ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൻ്റെ ഒരു വലിയ പഠനം വന്നിട്ടുണ്ട് അമേരിക്ക നടത്തിയ ഡ്രോൺ അറ്റാക്കുകളെ കുറിച്ച്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ. അതിൽ ഒരു നല്ലൊരു ശതമാനവും കൊല്ലപ്പെട്ടവർ നിരപരാധികളായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ ഇവർ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കാര്യമായിരുന്ന ഒരു വിവാഹ പാർട്ടിയിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരു സംഘം ആൾക്കാരെ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇസ്രയേൽ ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക്, ഇപ്പോൾ ഇസ്രയേൽ ചെയ്തിട്ടുള്ള ഗസ ആക്രമണത്തിൽ ചെയ്തിട്ടുള്ള പ്രധാന സാധനങ്ങൾ ജേർണലിസ്റ്റുകൾ, ഹോസ്പിറ്റൽസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സകല ഒരു എന്താ പറയുന്ന ഒരു സിവിലൈസ്ഡ് ജീവിതത്തിന് ആവശ്യപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഐക്യരാഷ്ട്രസഭയുടെ ഒരു കണക്കനുസരിച്ചിട്ട് 97% ഓഫ് ദി എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അതായത് സ്കൂൾ കെട്ടിടങ്ങൾ അവിടെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു വന്നത് എങ്ങനെയാണ്? ഇത് പുറത്തു വരുന്നത് ഇതുപോലുള്ള ജേർണലിസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ്. അവർ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവത്തിലൂടെയാണ് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ അവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നിലയിലാണ് ഇതൊരു ഒരു സിസ്റ്റമിക്കായ ഒരു ക്രൈമാണെന്ന് പറയുന്ന നിലയിലേക്ക് നമുക്ക് വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത്. അത് വേറൊരു അർത്ഥത്തിൽ വേറൊരു പ്രസിഡൻറ്റിനെ കൂടെ ഉണ്ടാക്കുകയാണ്. അത് നാളെ ഇതേ സാധനം വേറൊരു രാജ്യവും പിന്തുടരാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ഇതേ സാധനം ഓൾറെഡി ഇതുപോലുള്ള സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ സൗത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെയധികം വൾണറബിളാണ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ആ നിലയിലുള്ള വൾണറബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ചില സ്പെസിഫിക്കായ കേസുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അത് നടന്നിട്ടുണ്ട്. അതിൽ വേറൊരു ഏരിയ എനിക്ക് തോന്നിയത് വാരിയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ സൊസൈറ്റൽ റെസ്പെക്റ്റും ആസ്പെക്റ്റും ഫിനാൻഷ്യൽ സപ്പോർട്ടും, അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സാമൂഹികമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും സമൂഹത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ശരിക്കും ഈ വാരിയർ ആസ്പെക്റ്റ് ജേർണലിസത്തിലുണ്ട് എന്ന് ചിന്തിക്കുന്നിടം നമ്മളിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ ലോകത്തിലേക്ക് എത്തിക്കുന്നതും അതിനു വേണ്ടി ചെയ്യുന്ന ആ പ്രവൃത്തിയിലുണ്ടാകുന്ന ത്യാഗങ്ങൾ മുതൽ അങ്ങോട്ട്, ഇപ്പോൾ നമ്മൾ ഈ മരിച്ച 5 ജേർണലിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള മറിയം അബു ദാക്ക എന്ന് പറയുന്ന അവർക്ക് 25-ാം തീയതി കൊല്ലപ്പെട്ട 5 പേരിൽ ഒരാൾ ഒരു വിമൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് മറിയത്തിന് ഒരു ടീനേജ് കുട്ടിയുണ്ട്. അതുപോലെ തന്നെ മറിയത്തിൻ്റെ അച്ഛൻ ഇപ്പം സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ്. ചേട്ടൻ 2018 മരിച്ചു. അമ്മ ഒരു 4 മാസം മുന്നേ ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ അനാഥത്വം വളരെ വിസിബിളാണ് ആ കുട്ടിയുടെ. ഇനി അങ്ങോട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താണെന്ന്. അപ്പം മറിയം പറഞ്ഞിട്ടുണ്ട്, ദേ കോൾ മീ ടെററിസ്റ്റ് ബട്ട് ഐ ആസ്ക് ദം ഇഫ് യു ഹാഡ് നോട്ട് ഇൻവേഡഡ് മൈ നേഷൻ ഐ വുഡ് ഹാവ് ബീൻ ഐദർ an ആർട്ടിസ്റ്റ് ഓർ എ സയൻറ്റിസ്റ്റ് എന്ന്. അപ്പോൾ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ മുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് നമ്മളുടെ പ്രൊഫഷൻ എന്ത് റെസ്പെക്റ്റും ഇൻറ്റഗ്രിറ്റിയും ആണ് ഇപ്പം സൊസൈറ്റിയിലുള്ളത് അക്രോസ്. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽസിന് പോലും എന്ത് ഇൻറ്റഗ്രിറ്റിയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. കാരണം മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു ഫോർത്ത് എസ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ടാണ് നമ്മുടെ ജേണി, അതിൽ നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി വരെ ക്വസ്റ്റ്യൻഡ് ആണ് എന്നുള്ളിടത്ത് ഞാൻ പറയുന്നത് ഈ ഗാസ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മാധ്യമപ്രവർത്തനവും ഫേക്ക് മാധ്യമപ്രവർത്തനവും തമ്മിലുള്ള ഒരു വലിയ അതിർവരമ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ജീവൻ കൊടുക്കേണ്ടി വരുന്ന നിലയിൽ മാധ്യമപ്രവർത്തനം നിലനിൽക്കുകയും വേറൊരു സ്ഥലത്ത് ഈ വെറും സ്കാൻഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രം ഉണ്ടാവുന്ന മാധ്യമപ്രവർത്തനം നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ യഥാർത്ഥ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഏതാവും എന്നുള്ളതാണ് കാണുന്നത്. കാരണം നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ വഴിയായിരിക്കും ഒരുപക്ഷെ നല്ല മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴിയെന്നാവും നമുക്ക് മനസ്സിലാക്കാനാവുക. ഇസ്രായേൽ ഭരണകൂടം ആൾക്കാരെ കൊല്ലുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടുത്തെ സെറ്റിലേഴ്സ് ആയിട്ടുള്ള ആളുകളെ പലസ്തീൻകാരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോ അതർ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓസ്കർ വിന്നിങ് ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലി പലസ്തീൻ ഡോക്യുമെൻ്ററി. രണ്ടുപേരും അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്നുള്ളൊരു ഫ്രണ്ടും പലസ്തീൻ, ഇവർ ഫ്രണ്ട്സായിട്ട് ഉണ്ടാക്കിയൊരു സാധനം.
അപ്പോൾ അതിൽ സഹായിച്ച ഒരാൾ, അയാളുടെ പേര് ഒഡേ ഹാത്തലിൻ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത ഒരാളെ മറ്റേ ഒരു സെറ്റിലർ കക്ഷി വന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. വെസ്റ്റ് ബാങ്കിൽ, ഗാസയിലല്ല ഇത് നടന്നത്, വെസ്റ്റ് ബാങ്കിലാണെന്നാണ്. അപ്പോൾ മറ്റൊരു വിഷയം ഇതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അനസൽ ഷെരീഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം അനസൽ ഷെരീഫിൻ്റെ മോളുടെ കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് മോളുടെ അടുത്ത് ചോദിക്കുകയാണ്, കുവൈറ്റിലേക്കോ ഖത്തറിലേക്കോ മറ്റോ നമുക്ക് പോയാലോ, നിനക്ക് പൊക്കൂടെ, അവിടെ സേഫ് ആയിരിക്കും. അപ്പോൾ ചെറിയ കുട്ടിയാണ്, ഒരു 5-6 വയസ്സ് പ്രായമുണ്ടോ. അപ്പോൾ കുട്ടി പറയാണ്, ഗാസയാണ് എൻ്റെ വീട്, എൻ്റെ ഹോം ലാൻഡ്, ഇത് വിട്ട് ഞാൻ പോവില്ല, ഗാസ അത്ര ഇഷ്ടമാണ് പറഞ്ഞ് പറയും. അത് ആർക്കായാലും ഇപ്പോൾ അനസൽ ഷെരീഫ് ജീവനോടെ ഇല്ല, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ട്, അത് വല്ലാത്തൊരു പെയിനാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമാണ്. ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലൊക്കെ ഇപ്പോൾ ഈ CPJ അങ്ങനെയുള്ളവരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രിമിനൽ കേസും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ വെസ്റ്റേൺ മീഡിയ ആണെങ്കിൽ ഇപ്പോൾ അവർ മാറി വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് കാണാം അവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഇപ്പോൾ പലസ്തീൻകാരൻ കൊല്ലപ്പെടുമ്പോഴും ഒരു ഇസ്രായേലി കൊല്ലപ്പെടുമ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകളിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കുറച്ചൊക്കെ മാറി വരുന്ന ഒരു ഗ്ലോബൽ ഔട്ട്റേജ്. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ഏറ്റെടുത്തിട്ട് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടേക്കൊരു ഫ്രീഡം ഫ്ലോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കപ്പിൽ ഇപ്പോൾ ഗ്രേറ്റ തൻബർഗ് ഒരു ഗ്യാങ് ആയിട്ട് പോകുന്നു, അവരെ പിടിച്ചോട്ട് പോകുന്നു. അപ്പോൾ അവർ വീണ്ടും ആ മിഷൻ ട്രൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ രീതിയിൽ അങ്ങനെ ഒരു പോപ്പുലറായിട്ട് ഇതിനൊരു ഇത് വന്നിട്ടെങ്കിലും ഈ ഇസ്രായേലിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അവരിപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇസ്രായേൽ പലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കും, സെപ്റ്റംബറിൽ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ സ്ഥിതിയിൽ തന്നെ ഇപ്പോൾ ഗാസേനെ മൊത്തമായിട്ട് കൈയടക്കാനുള്ള മിലിറ്ററി ഓപ്പറേഷൻ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതൊരു അൺപ്രസിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഇത്രയും ഒരു ജേർണലിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക, അതും പ്രത്യേകിച്ച് പലസ്തീനിൽ മരിക്കുന്ന ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പലസ്തീൻകാരനെയാണ്. അപ്പോൾ മറ്റ് യുദ്ധമേഖലകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ദേശത്തു നിന്നുള്ള ജേർണലിസ്റ്റുകളും മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ മരിക്കുന്നതിൽ മെജോറിറ്റി ഇവർ തന്നെയാണ്, കാരണം വേറെ ആരെയും കടത്തിവിടുന്നുമില്ല. ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഇത് ഒക്ടോബർ 7, 2023 തുടങ്ങിയതല്ല, അതിന് മുന്നേ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും 2 കൊല്ലം തികയാണ്. അപ്പോഴും നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ഇതിൽ കാര്യങ്ങളിൽ മാറ്റം വരണം. ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണെന്നാണ്. വോയിസ് ഓഫ് ദ പീപ്പിൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെങ്കിൽ വോയിസ് ഓഫ് ദ ജേർണലിസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം.